അതായത് ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് അതായത് എൻ്റെ കാര്യം തന്നെ പറയുവാണ്. ഞാൻ തന്നെ അങ്ങനെയാണ്. അതായത് ഒരുപാട് തോറ്റിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുള്ളപ്പടിക്കാൻ പഠിക്കാനാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര എഫേർട്ട് വേണം. ഇപ്പോൾ ഈ മനുഷ്യന്മാർക്ക് അതായത് ഇപ്പോഴത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി അതേപോലെ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെയൊക്കെ സംഭവം കാരണം കൊണ്ട് അതായത് മനുഷ്യന്മാർക്ക് ടോളറൻസ് വളരെ കമ്മിയാണ്. അതായത് നമുക്ക് ഇപ്പോഴും പെട്ടെന്ന് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ടോളറൻസ് ഇല്ല. നമ്മളിപ്പോൾ ഒരു പുള്ളപ്പടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യണം, എന്നാലേ നമുക്ക് പുള്ളപ്പടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു ബുക്ക് വായിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതായത് കുറേ നേരം എടുത്ത് നമ്മൾ വായിക്കണം. എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കാനോ എന്തിനാണെങ്കിലും നമുക്ക് ഒരുപാട് ടോളറൻസ് വേണം. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് റിവാർഡ് കിട്ടത്തില്ല. അതായത് ഈ ടോളറൻസിൻ്റെ കമ്മി നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പമായ കാര്യങ്ങൾ ജസ്റ്റ് ഫോൺ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഗെയിം കളിക്കുക. അതായത് നമുക്ക് പുതിയൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇതാണ്. അതായത് വീട് വൃത്തിയാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിന് പകരം നമ്മളിപ്പോൾ ജസ്റ്റ് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ കൊണ്ടുപോകുക, അതാണ് ഏറ്റവും വലിയ എളുപ്പമുള്ളൊരു കാര്യം. അതേപോലെ യൂസ്ലെസ് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഭയങ്കര എളുപ്പമായ കാര്യങ്ങളാണ്. പക്ഷേ ബുദ്ധിമുട്ടായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല. അത് ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് കണ്ടുവരുന്ന സംഭവമാണ്. നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കും. ഒരു 15 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സുള്ള, അല്ലെങ്കിൽ 20 വേണ്ട, ഒരു 10, 13, 14 വയസ്സുള്ള ചെറുക്കനാണെന്ന് കരുതുക. അപ്പം നിങ്ങളൊരു ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങളെ എക്സാമ്പിളായിട്ട് നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ കരുതുക. പിന്നെ അത് ഭാഗം നമ്മൾ പഠിച്ചു, അതായത് വല്ല ഫ്രഞ്ച് റവല്യൂഷൻ അങ്ങനെ എന്തോ പഠിക്കും. എന്നിട്ട് നമുക്ക് കുറേ തോട്ട്സ് ഉണ്ടാവും. പക്ഷെ നമ്മളോട് എഴുതാൻ ഇപ്പോൾ സാറ് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ പോയിട്ട് മറ്റേ ChatGPT അടിക്കും ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചൊരു സംഭവം എഴുതാൻ. നമ്മൾ നോക്കി കാണാപ്പാടെഴുതും. പക്ഷെ നമ്മൾ ഈ സമയത്ത് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ആ എഴുതാൻ വേണ്ടി സമയം കൊടുത്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ പഠിക്കുക. ആ ഒരു മെറ്റീരിയൽ പഠിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ നമ്മളെപ്പറ്റിയും കുറേ കാര്യങ്ങൾ പഠിക്കും. അതായത് ഭാവിയിൽ ഈ ടെക്നോളജി, അതായത് AI ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പറ്റി കൂടുതൽ അറിയെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. നമ്മളെപ്പറ്റി ഒട്ടും അറിയത്തില്ല, നമ്മളിങ്ങനെ എല്ലാം മറ്റേ ഇങ്ങനെ മറ്റുള്ളവരെ മറ്റു സാധനങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് റീപ്ലേസ് ആയിപ്പോവും. മനസ്സിലായില്ലേ? AI അടിച്ചുകൊണ്ട് നമുക്കൊരു നേട്ടമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് ടേം ആയിട്ടൊരു പെട്ടെന്നൊരു ഇത് കിട്ടും. ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഡിസിപ്ലിൻ ഉണ്ടാകത്തില്ല. ഒരു കാര്യം, അതായത് നല്ല ടോളറൻസ് കമ്മിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ പോലും എനിക്ക് തീരെ ടോളറൻസ് ഇല്ല. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെന്ന് ഇരിക്കും. ഒരു ബിസിനസ് തുടങ്ങി നമ്മൾ ബുദ്ധിമുട്ടായ ഭാഗത്തുമ്പോഴെങ്കിൽ നമ്മൾ നിർത്തിപ്പോവും. അല്ലെങ്കിൽ വേണ്ട, പഠിക്കുക, നമ്മളൊന്നും പഠിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു പാട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, നമുക്ക് നല്ല ടോളറൻസ് ഭയങ്കര നിർബന്ധമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മൾ ടഫായി മാറും. അതായത് ഒരു സാറ് പറയുകയാണ് അല്ലെങ്കിൽ ടീച്ചർ പറയുകയാണ് എഴുതാൻ പറഞ്ഞു, നമ്മൾ എഴുതുന്നു. നമ്മളിങ്ങനെ ഇനി നോക്കാതെ, മനസ്സിലായില്ലേ? അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കഷ്ടപ്പെട്ട് നമുക്കിപ്പോൾ എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് ഒരാളോട് സംസാരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഫോൺ കൊണ്ടേ മതി. ഞാനും അങ്ങനെയാണ്. ഞാനും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാറും, അത്രേ ഉള്ളൂ. കാര്യം പറഞ്ഞു എന്നുള്ളൂ. അതായത് എനിക്ക് മനസ്സിലായ കാര്യം. ഓക്കെ.